ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ഡിഷാണിത്. അതുപോലെ തന്നെ ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 5 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 5-6 പേർക്കൊക്കെ കഴിക്കാൻ പാകത്തിനുണ്ടാവും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എരിവുള്ള വറ്റൽമുളകിൻ്റെ പൊടിയാണ് ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഗരം മസാല ഓപ്ഷനിലാണ്, ആവശ്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മെഴുക്ക് പുരട്ടിയൊക്കെ തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഒരു 2 അല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് നേരത്തോളം വഴറ്റി കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവാളയും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നേരത്തോളം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തതിന് ശേഷം വേണം ഇതൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ മൂടി വെച്ച് വേവിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് അടിയിൽ പിടിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. അതുപോലെ വെള്ളം കുറവാണെങ്കിൽ അല്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊട്ടാറ്റോയുടെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം എരിവ് ആവശ്യമാണെങ്കിൽ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് അല്പമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇവിടെ പൊട്ടാറ്റോ എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വേവായിട്ടുണ്ടാവും. അതുപോലെ ഉപ്പും മുളകും ഒക്കെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.